വൃശ്ചികപ്പുലരിയിൽ ശരണമന്ത്രങ്ങളാൽ നിറഞ്ഞ സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി വൻ തിരക്ക്. വെർച്വൽ ക്യൂ വഴി 70,000 ഭക്തരാണ് ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശന സമയം. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് കണ്ണനായർ ചേരുകയാണ്. കണ്ണനായർ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വൃശ്ചിക പുലരിയുടെ ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കണ്ണനായർ നിൽക്കുന്നതെന്നറിയാം. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ശബരിമലയിൽ ഭക്തജന തിരക്ക്? അവിടുത്തെ വിശേഷങ്ങളൊക്കെയും പങ്കുവയ്ക്കും. മോത്തി, ഒരു നല്ല ശുഭദിനം നേരുന്നു. ഭക്തി മാത്രമാണ്, ഭക്തിയിൽ ആറാടുകയാണ് ശബരിമല. വൃശ്ചിക പുലരിയിൽ 10,000-കണക്കിന് ഭക്തർ ഇപ്പോൾ തന്നെയും അയ്യപ്പ ദർശനം പൂർത്തിയാക്കി അവരുടെ സ്വപ്ന സാഫല്യം പൂർത്തിയാക്കി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 70,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ള വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത അയ്യപ്പന്മാർ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ ദർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആധാർ കാർഡുമായി എത്തുക. എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പരമാവധി ആൾക്കാരെ സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. 18-ാം പടിയാണ് നമ്മൾ കാണുന്നത്. 18 മലകളെയും പ്രദാനം ചെയ്യുന്ന 18 പടി. ആ 18 പടി ചവിട്ടി മുന്നോട്ട് വരുന്ന ആൾക്കാർ അവർ 18 പടികളിലും തൊട്ട് തൊഴുത് ആ 18 മലദൈവങ്ങളെയും തൊട്ട് തൊഴുത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് നേരെ മുന്നിൽ കാണുന്നത് തത്വമസി എന്നുള്ള ആ ആപ്തവാക്യമാണ്. കാര്യം ഭഗവാനും ഭക്തനും ഒന്നാണ് എന്ന സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്ട് 2.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്കാണിപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് ശരണം വിളികൾ മാത്രമായിരിക്കും. ഈ ശബരിമലയ്ക്ക് ചുറ്റും 18 മലകളാണുള്ളത്. ആ 18 മലകളെയും ഭേദിക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്തുന്ന ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലായി 10,000-ഓളം വാഹനം പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ പമ്പയിൽ ഹിൽ ടോപ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, പമ്പയിലെത്തുന്ന ഭക്തർക്ക് വിരിവെക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ മുന്നൊരുക്കം എന്ന നിലയിൽ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. മുൻ വർഷങ്ങളിൽ, അതായത് കോവിഡിന് ശേഷമുള്ള മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു ക്രമീകരണങ്ങൾ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് മുൻ അനുഭവം കൊണ്ട് പറയാൻ സാധിക്കും. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. കുറേയേറെ മാറ്റങ്ങൾ ഇക്കുറി ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തന്നെയായാലും ഇന്ന് രാവിലെ 3 മണിയോടുകൂടിയും പുതിയ മേൽശാന്തി ശ്രീകോവിൽ നട തുറന്നു. ശ്രീകോവിൽ നട തുറന്ന സമയത്ത് പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് ശ്രീകോവിൽ നട തുറന്നത്. ആ സമയത്ത് വലിയ തിരക്ക്, ഭക്തരുടെ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ ഫ്ലൈ ഓവർ കയറി വരുന്ന ഭക്തന്മാരാണ്. അവർ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടുണ്ടാവും, മണിക്കൂറുകൾ കാത്തു നിന്നിട്ടുണ്ടാവും. പക്ഷേ അവർക്കൊന്നും ഒരു വിഷമവും ഇല്ല, ക്ഷീണവുമില്ല. അവർക്കൊക്കെ തന്നെയും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അയ്യപ്പനെ കാണാൻ വരുന്ന ഒരവസ്ഥയാണ്. സാവിശരണം, എവിടുന്നാ വരുന്നേ? തൊടുപുഴ. കുറെ നേരം ക്യൂ നിന്നോ? പക്ഷെ അതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇവരെ കാണാൻ പോകുന്ന സന്തോഷമാണോ? അതെ അതെ, സന്തോഷം. തൊടുപുഴയാണോ വരുന്നേ? ഇത് തൊടുപുഴയിൽ നിന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെയും ഭക്തിയോടെയും അങ്ങനെ വൃശ്ചിക പുലരിയിൽ അയ്യനെ കാണാൻ എത്തിയിരിക്കുകയാണ്. ശരണം വിളികളാൽ മുഖരിതമായ ശബരിമലയിലാണ് കണ്ണനായരുള്ളത്.